ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ക്ലിനിക്. ഉത്തരം ആശുപത്രി. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ആംബുലൻസ്. ഉത്തരം പ്രഥമ ശുശ്രൂഷ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ആശുപത്രി, വിശ്രമസ്ഥലം, പ്രഥമ ശുശ്രൂഷ പോസ്റ്റ്, ക്ലിനിക്. ഉത്തരം വിശ്രമസ്ഥലം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല, ഇടത് തിരിവ്, മുന്നിൽ പാലം, ഇടതുവശം സർവീസ് റോഡ്. ഉത്തരം മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ സർവീസ് റോഡ്, മുന്നിൽ പ്രധാന റോഡ്, മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല, മുന്നിൽ പാലം. ഉത്തരം മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇരുവശവും പെട്രോൾ പമ്പ്, ഇരുവശവും പാർക്കിംഗ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, ഇരുവശവും സർവീസ് റോഡ്. ഉത്തരം ഇരുവശവും പാർക്കിംഗ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പാർക്കിംഗ് സ്ഥലം, സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും. സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നിരോധിച്ചിരിക്കുന്നു. സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നന്നാക്കുന്നു. സ്കൂട്ടറുകൾ പാർക്ക് ചെയ്താൽ പിഴ. ഉത്തരം പാർക്കിംഗ് സ്ഥലം, സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, പാർക്കിംഗ് സ്ഥലം, ടാക്സി, ടാക്സി സ്റ്റാൻഡ്, പോലീസ് വാഹനങ്ങളുടെ പാർക്കിംഗ്, ടാക്സികൾക്ക് പ്രവേശനമില്ല. ഉത്തരം പാർക്കിംഗ് സ്ഥലം, ടാക്സി, ടാക്സി സ്റ്റാൻഡ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പെട്രോൾ പമ്പ്, പാർക്കിംഗ് സ്ഥലം, സൈക്കിൾ റിക്ഷകൾ, ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു, പാർക്കിംഗ് സ്ഥലം, ഓട്ടോറിക്ഷകൾ. ഉത്തരം പാർക്കിംഗ് സ്ഥലം, ഓട്ടോറിക്ഷകൾ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലതുവശത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ്, വലത്തോട്ട് നിർബന്ധമായി തിരിയുക, വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു, വലതുവശത്ത് പെട്രോൾ പമ്പ്. ഉത്തരം വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. ഒരു ട്രാഫിക് സിഗ്നലിൽ ആംബർ ലൈറ്റിനു ശേഷം ഈ ലൈറ്റുകളിൽ ഏതാണ് വരുന്നത്? ചുവപ്പ്, പച്ച, പച്ച ആരോ ലൈറ്റ്, ചുവപ്പ് അല്ലെങ്കിൽ പച്ച. ഉത്തരം ചുവപ്പ് അല്ലെങ്കിൽ പച്ച. മിന്നുന്ന ചുവപ്പ് അല്ലെങ്കിൽ നീല ലൈറ്റുമായി ഒരു വാഹനം സമീപിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? വേഗത കുറച്ച് റോഡിന് ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക, നിങ്ങൾ എവിടെയാണോ അവിടെ നിർത്തുക, വാഹനത്തെ അവഗണിക്കുക, കഴിയുന്നത്ര വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. ഉത്തരം വേഗത കുറച്ച് റോഡിന്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക. നിങ്ങൾക്ക് എപ്പോഴാണ് വാഹനത്തിന്റെ വലതുവശത്തെ വാതിലുകൾ സുരക്ഷിതമായി തുറക്കാൻ കഴിയുക? മറ്റു ഗതാഗതം ഒന്നും ഇല്ലെങ്കിൽ, വാഹനം നിർത്തിയതിനു ശേഷം അപ്പോൾ തന്നെ, മറ്റ് കാറുകൾ സൈഡിലേക്ക് സിഗ്നൽ നൽകിയ ശേഷം, നിങ്ങൾക്ക് പെട്ടെന്ന് തുറക്കാനും അടയ്ക്കാനും കഴിയുമെങ്കിൽ. ഉത്തരം മറ്റു ഗതാഗതം ഒന്നും ഇല്ലെങ്കിൽ.
ഒരു കവലയിൽ മിന്നുന്ന ആംബർ ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വേഗത്തിൽ കടക്കുക, സ്റ്റോപ്പ് ലൈനിൽ നിർത്തുക, കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരു റൗണ്ട് ബോട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കുറഞ്ഞ വേഗതയിൽ റൗണ്ട് ബോട്ടിലേക്ക് പ്രവേശിക്കുക, ശരിയായ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, പുറത്തെ പാത മാത്രം ഉപയോഗിക്കുക, അകത്തെ പാത മാത്രം ഉപയോഗിക്കുക. ഉത്തരം ശരിയായ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. നിങ്ങൾ ഒരു മെയിൻ റോഡിലെ ട്രാഫിക് ലൈറ്റുകളോ പോലീസുകാരോ ട്രാഫിക് സിഗ്നലുകളോ ഇല്ലാത്ത ജംഗ്ഷനിൽ എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മറ്റു റോഡുകളിൽ നിന്ന് വാഹനമില്ലെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോവുക, വാഹനം നിർത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോവുക, വഴി വ്യക്തമാണെങ്കിൽ വ്യക്തതയോടെ മുന്നോട്ട് പോവുക, വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. ഉത്തരം വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്തി ഇടതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും വരുന്ന വാഹനം നിർത്തി പിന്നിലൂടെ വരുന്ന വാഹനങ്ങളെ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, പിന്നിൽ നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, മുന്നിൽ നിന്ന് വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു, പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, പിന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു, മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം പിന്നിൽ നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, പിന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു, വലതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ഒരു വശത്തു നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം ഒരു വശത്തു നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം പുറകിലും മുന്നിലും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ടീ പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു, വലതുവശത്തു നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുവാനും അഭ്യർത്ഥിക്കുന്നു. ഉത്തരം ടീ പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, വാഹനം പുറകിലും മുന്നിലും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, അടയാളം മാറ്റൽ, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു.
ഉത്തരം അടയാളം മാറ്റൽ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? അടയാളം മാറ്റൽ. ഇടതുവശത്തു നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുവാനും അഭ്യർത്ഥിക്കുന്നു. ടി പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ഉത്തരം ടി പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ, വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ, ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാനും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുവാനും അഭ്യർത്ഥിക്കുന്നു. വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. അമിത വേഗതയോ അപകടകരമായ ഡ്രൈവിംഗ്. അധികാരികൾക്കുള്ള കർശനമായ മുന്നറിയിപ്പ് ആകർഷിക്കുന്നു. കുറ്റവും ശിക്ഷാർഹവുമാണ്. മറ്റു റോഡ് ഉപയോക്താക്കളെ ആകർഷിക്കുക. കാലതാമസം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക. ഉത്തരം കുറ്റവും ശിക്ഷാർഹവും. ക്ലച്ച് റൈഡിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് ഉപയോഗിക്കുന്നത്, ക്ലച്ച് പെഡലിൽ കാൽ വെച്ച് വാഹനം ഓടിക്കുന്നത്, ക്ലച്ച് ഒട്ടും ഉപയോഗിക്കുന്നില്ല, ക്ലച്ച് എല്ലായ്പ്പോഴും വിച്ഛേദിക്കുന്നു. ഉത്തരം ക്ലച്ച് പെഡലിൽ കാൽ വെച്ച് വാഹനം ഓടിക്കുന്നത്. വാഹനം നിർത്തുവാനുള്ള സുരക്ഷിതമായ മാർഗം എന്ത്? ക്ലച്ച് അമർത്തി ബ്രേക്ക് ചെയ്യുക, ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക, ഒരേ സമയം ക്ലച്ചും ബ്രേക്കും അമർത്തുക. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക. കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം. ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ, ബ്രേക്കിനൊപ്പം ടോപ്പ് ഗിയർ ഉപയോഗിക്കുക, ഒരേ സമയം ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുക, ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുന്നതോടൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ ഉപയോഗിക്കുക. ഉത്തരം ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ. രാത്രിയിൽ നിങ്ങളുടെ വാഹനം തകരാറിലായാൽ നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, പാർക്ക് ലൈറ്റ് ഓണാക്കുക. നിർത്തി ചുവന്ന ലൈറ്റ് ഓണാക്കുക. നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, ബ്രേക്ക് ലൈറ്റ് ഓണാക്കുക. നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് പ്രദർശിപ്പിക്കുക. ഉത്തരം നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് പ്രദർശിപ്പിക്കുക. ഒരു പശു കുറുകെ നിൽക്കുമ്പോൾ റോഡിൽ നിന്ന് മാറുന്നതുവരെ കാത്തു നിൽക്കുക. പശുവിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുക, പശുവിൻ്റെ പിന്നിൽ കൂടി കടന്നു പോവുക, ഇടതുവശത്തു കൂടി കടന്നു പോവുക. ഉത്തരം പശുവിൻ്റെ പിന്നിൽ കൂടി കടന്നു പോവുക. ഒരു സ്വകാര്യ മോട്ടോർ കാറിൽ ഒലിവ് ഗ്രീൻ പെയിന്റ് ചെയ്യുന്നത് അനുവദനീയമല്ല, അനുവദനീയമാണ്, പ്രത്യേക അനുമതി ആവശ്യമാണ്, മോട്ടോർ സൈക്കിളിന് മാത്രം അനുവദനീയമാണ്. ഉത്തരം അനുവദനീയമല്ല. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഇത് കൂടുതൽ സുരക്ഷിതമാണ്. ഏത്? ഇൻഡിക്കേറ്ററുകൾ മാത്രം ഉപയോഗിക്കുക, ഹാൻഡ് സിഗ്നൽ മാത്രം ഉപയോഗിക്കുക, ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലും ഉപയോഗിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾക്ക് മാത്രമേ ഹാൻഡ് സിഗ്നൽ ആവശ്യമുള്ളൂ. ഉത്തരം ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലും ഉപയോഗിക്കുക. ഒരു ഡ്രൈവർ വൺ വേയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ
സൈൻ ബോർഡ് അനുസരിച്ച് അനുവദിച്ചിട്ടുള്ള ദിശയിൽ മാത്രം ഓടിക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ എതിർ ദിശയിലേക്ക് ഓടിക്കാം. ഞായറാഴ്ചകളിൽ 2 ദിശയിലേക്കും ഓടിക്കാം. വൺ വേയിൽ വാഹനം ഓടിക്കാൻ അനുവാദമില്ല. ഉത്തരം സൈൻ ബോർഡ് അനുസരിച്ച് അനുവദിച്ചിട്ടുള്ള ദിശയിൽ മാത്രം വാഹനം ഓടിക്കാം. മഴക്കാലത്ത് പകൽ സമയത്ത് കാഴ്ച തീരെ കുറയുമ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യണം? വാഹനം നിർത്തുക, വൈപ്പർ ബ്ലേഡുകൾ പഴയതല്ലെന്ന് ഉറപ്പാക്കുക, വിൻഡ്സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വാഷർ ഉപയോഗിക്കുക, വാഹനത്തിന്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ഉത്തരം വാഹനത്തിന്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? പിന്നാലെ വരുന്ന വാഹനം നിർത്താൻ അപേക്ഷ, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഉത്തരം വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഉത്തരം വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു, ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ഉത്തരം വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു, മറ്റെല്ലാ വാഹനങ്ങളും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. 2 ദിശയിലും വാഹനങ്ങൾ പോകുന്ന റോഡിൽ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉചിതമായ റോഡ് അടയാളങ്ങളോ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡ്രൈവർ തന്റെ വാഹനം ഡാഷ് വശത്തുകൂടി വേണം ഓടിക്കാൻ. ഇടത്, വലത്, മധ്യഭാഗം, ഡയഗണൽ. ഉത്തരം ഇടത്. 2 ദിശയിലും വാഹനങ്ങൾ പോകുന്ന റോഡിൽ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉചിതമായ റോഡ് അടയാളങ്ങളോ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡ്രൈവർ തന്റെ വാഹനം ഡാഷ് വശത്തുകൂടി വേണം ഓടിക്കാൻ. ഇടത്, വലത്, മധ്യഭാഗം, ഡയഗണൽ. ഉത്തരം ഇടത്. ഇൻസ്ട്രുമെന്റ് കൺസോളിൽ കാണുന്ന അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വാർണിംഗ് ലാമ്പ്, റോഡ് സൈൻ, ഹസാർഡ് ലാമ്പ്, എൻജിൻ ബ്രേക്ക്. ഉത്തരം വാർണിംഗ് ലാമ്പ്. റോഡിന്റെ മധ്യഭാഗത്തുള്ള തുടർച്ചയായ മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ജാഗ്രതയോടെ മറികടക്കുക, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, ജാഗ്രതയോടെ നിർത്തുക, പാർക്കിംഗ് സോൺ അല്ല. ഉത്തരം ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. റോഡിൽ നിങ്ങളുടെ വശത്ത് നിങ്ങൾ ഒരു തടസ്സം നേരിടുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകാതെ നിങ്ങൾക്ക് എതിർപാത ഉപയോഗിക്കാം, വേഗത്തിൽ നീങ്ങാൻ ത്വരിതപ്പെടുക, വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകുക, വാഹനം നിർത്തുക. ഉത്തരം വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകുക. റോഡിന്റെ സൈഡിൽ വെള്ളവര വരച്ചിരിക്കുന്നത് പാർക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, ഓവർടേക്കിംഗ് പാടില്ല എന്നതാണ് അർത്ഥമാക്കുന്നത്,
കാരിയേജ് വേയുടെ അറ്റം നിർത്തുവാൻ പാടില്ല എന്നർത്ഥം. ഉത്തരം കാരിയേജ് വേയുടെ അറ്റം. അറ്റകുറ്റപ്പണി നടക്കുന്ന ഒരു റോഡിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ അനുവദനീയമായ വേഗത പരിധി പാലിക്കുന്നത് ഡാഷ്. പകൽ സമയവും ജോലി നടക്കുന്ന സമയവും, രാത്രി സമയത്ത് മാത്രം, ജോലി നടക്കുന്ന സമയത്ത് മാത്രം, എല്ലാ സമയത്തും. ഉത്തരം എല്ലാ സമയത്തും. നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നു എന്ന സൈൻ ബോർഡ് ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ കാണുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് എത്ര വേഗതയിൽ സഞ്ചരിക്കാം? മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടുതൽ, വാഹനത്തിൻ്റെ പരമാവധി വേഗത, മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടരുത്, നിർദ്ദിഷ്ട റോഡിൻ്റെ വേഗത പരിധി ആശ്രയിച്ചിരിക്കുന്നു. ഉത്തരം നിർദ്ദിഷ്ട റോഡിൻ്റെ വേഗതാ പരിധിയെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കാൻ നിങ്ങളുടെ മുന്നിലുള്ള സീബ്ര ലൈനിലേക്ക് ചുവടുവെച്ചാൽ സ്റ്റോപ്പ് ലൈനിന് മുമ്പ് നിർത്തി അതിനെ ഒരു സ്റ്റോപ്പ് സിഗ്നലായി പരിഗണിക്കുക. സീബ്ര ലൈനിൽ വാഹനം നിർത്തി അവരെ കടത്തിവിടണം. നിങ്ങൾ അടിയന്തരാവസ്ഥയിലാണെങ്കിൽ ഹോൺ മുഴക്കി ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കാൻ നിങ്ങളുടെ മുന്നിലുള്ള സീബ്ര ലൈനിലേക്ക് ചുവടുവെച്ചാൽ സ്റ്റോപ്പ് ലൈനിന് മുമ്പ് നിർത്തി അതിനെ ഒരു സ്റ്റോപ്പ് സിഗ്നലായി പരിഗണിക്കുക. സീബ്ര ലൈനിൽ വാഹനം നിർത്തി അവരെ കടത്തിവിടണം. നിങ്ങൾ അടിയന്തരാവസ്ഥയിലാണെങ്കിൽ ഹോൺ മുഴക്കി വാഹനത്തിൻ്റെ വേഗത കൂട്ടുക. ചുവപ്പ് സിഗ്നലാണെങ്കിൽ ക്രോസിങ്ങിനായി വാഹനം നിർത്തുക. അല്ലാത്ത പക്ഷം ആവശ്യമില്ല. ഉത്തരം സ്റ്റോപ്പ് ലൈനിന് മുമ്പ് നിർത്തി അതിനെ ഒരു സ്റ്റോപ്പ് സിഗ്നലായി പരിഗണിക്കുക. നിയമം അനുവദിച്ചാൽ ഒരു ജംഗ്ഷനിൽ ഫ്രീ ടേൺ എടുക്കാം എപ്പോൾ? നേരെ യാത്ര ചെയ്യുമ്പോൾ, ഇടത്തേക്ക് തിരിയുമ്പോൾ, വലത്തേക്ക് തിരിയുമ്പോൾ, മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം ഇടത്തേക്ക് തിരിയുമ്പോൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിലെ മധ്യഭാഗത്ത് ഇടവിട്ടുള്ള വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. നിങ്ങൾക്ക് റോഡിൽ പ്രവേശിക്കുകയോ പോവുകയോ ചെയ്യാം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള 2 വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. 2 വരികൾക്കിടയിലുള്ള മീഡിയനായി പ്രവർത്തിക്കുക. ഈ വരകൾ ഇരട്ട വിഭജന രേഖകളാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. സ്റ്റോപ്പ് ലൈൻ. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. ഉത്തരം ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എഡ്ജ് ലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? റോഡിൻ്റെ അരികിൽ അടയാളപ്പെടുത്തിയ എഡ്ജ് ലൈൻ. എഡ്ജ് ലൈനുകൾ തുടർച്ചയായ വെള്ള അല്ലെങ്കിൽ മഞ്ഞവരയാണ്. നിങ്ങൾ ഏതിലെയാണ് പോകുന്നതെന്ന് കാണാൻ എഡ്ജ് ലൈൻ നിങ്ങളെ സഹായിക്കുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റംബിൾ സ്ട്രിപ്പുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്?
റംബിൾ സ്ട്രിപ്പുകൾ റോഡിൻ്റെ കുറുകെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന പ്രതലങ്ങൾ ആണ്. റംബിൾ സ്ട്രിപ്പുകൾ എഡ്ജ് ലൈനുകളിലോ ഡിവൈഡിംഗ് ലൈനുകളിലോ സ്ഥാപിക്കാം. നിങ്ങൾ റംബിൾ സ്ട്രിപ്പുകൾക്ക് മുകളിലൂടെ വാഹനമോടിക്കുമ്പോൾ അവ മുഴങ്ങുന്ന ശബ്ദം പുറപ്പെടുവിക്കുകയും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി നിങ്ങളുടെ വാഹനം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം: മുകളിൽ പറഞ്ഞവയെല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ റോഡിൻ്റെ അരികിൽ തുടർച്ചയായ മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കർബ് ലൈനുകൾ സ്റ്റോപ്പിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ നിർത്താം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം: കർബ് ലൈനുകൾ സ്റ്റോപ്പിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ റോഡിൻ്റെ മധ്യത്തിൽ ട്രാഫിക് ഐലൻഡ് അഥവാ മീഡിയനിൽ സ്ട്രിപ്പുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ട്രാഫിക് ഐലൻഡ് എന്നത് ഗതാഗതത്തിന് ദിശ കാണിക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തിയിരിക്കുന്ന റോഡിലെ ഉയർന്ന പ്രതലമാണ്. എതിർദിശയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ വേർതിരിക്കുന്ന ഭാഗമാണ് മീഡിയൻ സ്ട്രിപ്പ്. മീഡിയൻ സ്ട്രിപ്പ് പാർക്കിംഗ് ഏരിയയാണെന്ന് ഒരു ബോർഡ് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മീഡിയൻ സ്ട്രിപ്പിൽ നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യരുത്. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം: മുകളിൽ പറഞ്ഞവ എല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ റോഡിൻ്റെ അരികിൽ സിഗ്സാഗ് രൂപത്തിൽ വെള്ളയോ അല്ലെങ്കിൽ മഞ്ഞയോ ആയ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സുഗമമായ ഗതാഗതത്തിന് ഈ ലൈനുകൾ ഉള്ള ഭാഗത്ത് വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് ഡ്രൈവർമാരോട് സൂചിപ്പിക്കുന്നു. കാൽനട ക്രോസിങ്ങുകൾക്ക് സമീപത്തും സ്കൂളുകൾ, പോലീസ് സ്റ്റേഷനുകൾ, ആശുപത്രികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ പുറത്തും സാധാരണയായി ഈ വരകൾ കാണപ്പെടുന്നു. അപകടങ്ങൾ തടയുന്നതിനും സുരക്ഷിതമായ റോഡ് സംസ്കാരത്തിനും വേണ്ടിയാണ് ഈ വരകൾ അവതരിപ്പിച്ചത്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം: മുകളിൽ പറഞ്ഞവയെല്ലാം. ഒരു സിഗ്സാഗ് ലൈനിൽ നിങ്ങളുടെ മുന്നിലുള്ള വാഹനം നിർത്തുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ വാഹനം പിന്നിലേക്ക് എടുക്കണം. എതിർവശത്തു നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാം. നിങ്ങളുടെ മുന്നിലുള്ള വാഹനം നീങ്ങുന്നത് വരെ കാത്തിരിക്കുക. കാൽനടക്കാർ കടന്നു പോകാനുള്ള സാധ്യത. ഹോൺ അമർത്തിയോ സിഗ്നൽ നൽകിയോ നിങ്ങൾക്ക് മറികടക്കാം. ഉത്തരം: നിങ്ങളുടെ മുന്നിലുള്ള വാഹനം നീങ്ങുന്നത് വരെ കാത്തിരിക്കുക. കാൽനടക്കാർ കടന്നു പോകുവാനുള്ള സാധ്യത. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ റോഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന യെല്ലോ ബോക്സ് ജംഗ്ഷൻ അർത്ഥമാക്കുന്നത്. മുന്നിലുള്ള എക്സിറ്റ് വ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ പ്രവേശിക്കാം. ഒരു യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാഹനത്തിന് ബോക്സിൽ നിർത്താതെ ജംഗ്ഷൻ കടക്കാൻ ഇടമുണ്ടോ എന്ന് ഉറപ്പാക്കുക. യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ നിർത്തുന്നത് പിഴ ചുമത്തുന്ന കുറ്റമാണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം: മുകളിൽ പറഞ്ഞവയെല്ലാം. ഏത് ട്രാഫിക്കാണ് ചിത്രത്തിൽ കാണുന്നത്? സിംഗിൾ ലൈൻ ട്രാഫിക്, ഡബിൾ ലൈൻ ട്രാഫിക്, ഒറ്റവരി ഗതാഗതം, ഇരട്ടവരി ഗതാഗതം. ഉത്തരം: ഇരട്ടവരി ഗതാഗതം. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതികരിക്കുന്നു. ഹാൻഡ് ലാമ്പ്, ഡോർ തുറന്നിരിക്കുന്നു, ടയർ മർദ്ദം കുറവാണ്, ഹാൻഡ് ബ്രേക്ക്. ഉത്തരം: ഡോർ തുറന്നിരിക്കുന്നു. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. റോഡ് സൈൻ, വഴുക്കലുള്ള റോഡ്, ട്രാക്ഷൻ കൺട്രോൾ ഓൺ, ട്രാക്ഷൻ കൺട്രോൾ തകരാർ. ഉത്തരം: ട്രാക്ഷൻ കൺട്രോൾ തകരാർ. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നില്ല, സ്റ്റിയറിംഗ് ലോക്ക്, ഹാൻഡ് ബ്രേക്ക്,
ടയർ മർദ്ദം കുറവാണ്. ഉത്തരം പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഇന്ധനം കുറവാണ്, ഇന്ധനം ചോരുന്നുണ്ട്, പെട്രോൾ പമ്പ്, ചാർജിംഗ് പോയിന്റ്. ഉത്തരം ഇന്ധനം കുറവാണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഡിക്കി ലോക്ക് പ്രവർത്തിക്കുന്നില്ല, ഡിക്കി തുറന്നിരിക്കുന്നു, ടയർ മർദ്ദം കുറവാണ്, ഡോർ തുറന്നിരിക്കുന്നു. ഉത്തരം ഡിക്കി തുറന്നിരിക്കുന്നു. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഹെഡ്ലൈറ്റ് ഓൺ ആണ്, ഹെഡ്ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല, ഫോഗ് ലാമ്പ് പ്രവർത്തിക്കുന്നില്ല, ഫോഗ് ലാമ്പ് ഓൺ ആണ്. ഉത്തരം ഫോഗ് ലാമ്പ് ഓൺ ആണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ബാറ്ററി ചാർജ് ആകുന്നില്ല, ബാറ്ററി നല്ലതാണ്, ബാറ്ററി ചാർജ് ആകുന്നു, പെട്രോൾ പമ്പ്. ഉത്തരം ബാറ്ററി ചാർജ് ആകുന്നില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഹെഡ്ലൈറ്റ് ഓൺ ആണ്, ഹെഡ്ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല, ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓൺ ആണ്, ഫോഗ് ലാമ്പ് ഓൺ ആണ്. ഉത്തരം ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓൺ ആണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. കൂളന്റ് മർദ്ദം കുറവാണ്, എഞ്ചിൻ ഓയിൽ മർദ്ദം കൂടുതലാണ്, എഞ്ചിൻ ഓയിൽ മർദ്ദം കുറവാണ്, കൂളന്റ് മർദ്ദം കൂടുതലാണ്. ഉത്തരം കൂളന്റ് മർദ്ദം കൂടുതലാണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. വൈപ്പർ പ്രവർത്തിക്കുന്നില്ല, വൈപ്പർ ഓൺ ആണ്, വൈപ്പർ വാഷറിൽ വെള്ളമില്ല, വൈപ്പർ വാഷർ ഓൺ ആണ്. ഉത്തരം വൈപ്പർ വാഷറിൽ വെള്ളമില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എഞ്ചിൻ ഓയിൽ മർദ്ദം കുറവാണ്, എഞ്ചിൻ ഓയിൽ മർദ്ദം കൂടുതലാണ്, എഞ്ചിൻ താപനില ഉയർന്നതാണ്, എഞ്ചിൻ താപനില കുറവാണ്. ഉത്തരം എഞ്ചിൻ താപനില ഉയർന്നതാണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, സീറ്റ് ബെൽറ്റ് കേടാണ്, വാഹനത്തിൽ കുട്ടികളുണ്ട്, റോഡ് സൈൻ. ഉത്തരം സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എഞ്ചിൻ സ്റ്റാർട്ടാകുന്നില്ല, എഞ്ചിൻ ഫാൻ തകരാറിലാണ്, എഞ്ചിൻ ചാർജിംഗ് തകരാറാണ്, ട്രാക്ഷൻ കൺട്രോൾ തകരാർ. ഉത്തരം എഞ്ചിൻ സ്റ്റാർട്ടാകുന്നില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. വാഹനത്തിന് ABS ഉണ്ട്, ABS പ്രവർത്തിക്കുന്നില്ല, ABS പ്രവർത്തിക്കുന്നു, ഹാൻഡ് ബ്രേക്ക്. ഉത്തരം ABS പ്രവർത്തിക്കുന്നില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. വാഹനത്തിന് എയർ ബാഗ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, എയർ ബാഗ് പ്രവർത്തിക്കുന്നില്ല,
വാഹനത്തിൽ കുട്ടികളുണ്ട്? ഉത്തരം എയർബാഗ് പ്രവർത്തിക്കുന്നില്ല. റോഡിന്റെ മധ്യഭാഗത്തുള്ള തുടർച്ചയായ മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ജാഗ്രതയോടെ മറികടക്കുക, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, ജാഗ്രതയോടെ നിർത്തുക, പാർക്കിംഗ് സോൺ അല്ല. ഉത്തരം ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ നിങ്ങളുടെ വശത്ത് ഒരു തടസ്സം നേരിടുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകാതെ നിങ്ങൾക്ക് എതിർപാത ഉപയോഗിക്കുക. വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഉത്തരം എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. റോഡിന്റെ സൈഡിൽ തുടർച്ചയായ വെള്ളവര വരച്ചിരിക്കുന്നത് പാർക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, ഓവർടേക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, കാരിയേജ് വേയുടെ അറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്, നിർത്തുവാൻ പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഉത്തരം കാരിയേജ് വേയുടെ അറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്. അറ്റകുറ്റപ്പണി നടക്കുന്ന ഒരു റോഡിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ നിയന്ത്രിത വേഗപരിധി പാലിക്കുന്നത് എപ്പോൾ? പകൽ സമയത്ത്, രാത്രി സമയത്ത് മാത്രം, ജോലി നടക്കുന്ന സമയത്ത് മാത്രം, എല്ലാ സമയങ്ങളിലും? ഉത്തരം എല്ലാ സമയങ്ങളിലും. നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നു എന്ന സൈൻ ബോർഡ് ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ കാണുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് എത്ര വേഗതയിൽ വാഹനം ഓടിക്കാം? മണിക്കൂറിൽ 60 കിലോമീറ്ററിന് മുകളിൽ, വാഹനത്തിൻ്റെ പരമാവധി വേഗതയിൽ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേഗതയിൽ, നിർദ്ദിഷ്ട റോഡിൻ്റെ അനുവദനീയമായ വേഗപരിധി അനുസരിച്ച്? ഉത്തരം നിർദ്ദിഷ്ട റോഡിൻ്റെ അനുവദനീയ വേഗപരിധി അനുസരിച്ച്. റോഡിലെ ഇടവിട്ടുള്ള വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടന്ന് ഓവർടേക്ക് ചെയ്യാം. നിങ്ങൾക്ക് റോഡിൽ പ്രവേശിക്കുകയോ പുറത്ത് പോകുകയോ ചെയ്യാം. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈനിലേക്ക് ചുവടുവെച്ചാൽ സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ചു കടക്കുവാൻ അനുവദിക്കുക. സീബ്ര ലൈനിൽ വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ചു കടക്കുവാൻ അനുവദിക്കുക. ഹോൺ മുഴക്കി വാഹനത്തിന്റെ വേഗത കൂട്ടി മുന്നോട്ട് പോവുക. ഹെഡ്ലൈറ്റ് മിന്നിച്ച് മുന്നോട്ട് പോവുക. ഉത്തരം സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ചു കടക്കുവാൻ അനുവദിക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിന്റെ മധ്യഭാഗത്ത് ഇടവിട്ട് മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾ ലൈൻ മുറിച്ചു കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ചു കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. ഉത്തരം സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ചു കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. ഉത്തരം ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്?
ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ അനുവാദം ഇല്ല. രണ്ട് വരികൾക്കിടയിലുള്ള മീഡിയനായി പരിഗണിക്കാം. ഈ വരകൾ ഇരട്ട വിഭജന ലൈനുകളാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. സ്റ്റോപ്പ് ലൈൻ. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. ഉത്തരം ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജഡ്ജ് ലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കാരേജ് വേയുടെ അരികിൽ അടയാളപ്പെടുത്തിയ ലൈൻ എഡ്ജ് ലൈനുകൾ തുടർച്ചയായ വെള്ളവര അല്ലെങ്കിൽ മഞ്ഞവരയാണ്. നിങ്ങൾ ഏതിലെയാണ് പോകേണ്ടതെന്ന് അറിയാൻ എഡ്ജ് ലൈൻ നിങ്ങളെ സഹായിക്കുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന റംബിൾ സ്ട്രിപ്പുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? റംബിൾ സ്ട്രിപ്പുകൾ കാരേജ് വേയുടെ കുറുകെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന പ്രതലങ്ങൾ ആണ്. റംബിൾ സ്ട്രിപ്പുകൾ വേഗത കുറയ്ക്കേണ്ടുന്ന മേഖലയാണ്. റംബിൾ സ്ട്രിപ്പുകൾക്ക് മുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മുഴങ്ങുന്ന ശബ്ദത്തോടൊപ്പം വാഹനം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിന്റെ അരികിലുള്ള തുടർച്ചയായ മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ നിർത്താം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിന്റെ മധ്യത്തിൽ ട്രാഫിക് ഐലൻഡ് അഥവാ മീഡിയൻ സ്ട്രിപ്പുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ട്രാഫിക് ഐലൻഡ് എന്നത് ഗതാഗതത്തിന് ദിശ കാണിക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തിയിരിക്കുന്ന റോഡിലെ ഉയർന്ന പ്രതലമാണ്. എതിർദിശയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ വേർതിരിക്കുന്ന ഭാഗമാണ് മീഡിയൻ സ്ട്രിപ്പ്. മീഡിയൻ സ്ട്രിപ്പ് പാർക്കിംഗ് ഏരിയയാണെന്ന് ഒരു ബോർഡ് പറയുന്നെങ്കിൽ നിങ്ങൾ ഒരു മീഡിയൻ സ്ട്രിപ്പിൽ നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യരുത്. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. റോഡിന്റെ അരികിലുള്ള സിഗ്സാഗ് വരകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. കാൽനട ക്രോസിംഗുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഉണ്ടെന്ന് മുന്നറിയിപ്പ്. അപകടകരമായ സാഹചര്യങ്ങൾ മുന്നിലുണ്ടെന്നുള്ളതിനുള്ള സൂചന. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. കാരിയേജ് വേയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന യെല്ലോ ബോക്സ് അർത്ഥമാക്കുന്നത് മുന്നിലുള്ള എക്സിറ്റ് തടസ്സമില്ലെങ്കിൽ ഒരു യെല്ലോ ബോക്സിൽ പ്രവേശിക്കാം. വാഹനത്തിന് യെല്ലോ ബോക്സിൽ നിർത്താതെ കടന്നു പോകാൻ സാധിക്കുമെങ്കിൽ പ്രവേശിക്കാം. യെല്ലോ ബോക്സ് നിർത്തുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ഏത് ട്രാഫിക്കാണ് ചിത്രത്തിൽ കാണുന്നത്? 6 വരി ഗതാഗതം, 4 വരി ഗതാഗതം, ഒറ്റവരി ഗതാഗതം, ഇരട്ടവരി ഗതാഗതം. ഉത്തരം ഇരട്ടവരി ഗതാഗതം. ചിത്രത്തിൽ കാണുന്ന തുടർച്ചയായ മഞ്ഞവരയുടെ ഭാഗത്തുള്ള വാഹനങ്ങൾ ഡാഷ്. തുടർച്ചയായ മഞ്ഞവര മുറിച്ചു കടക്കാം. തുടർച്ചയായ മഞ്ഞവര മുറിച്ചു കടക്കാൻ കഴിയില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ കടക്കാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നിർത്താം. ഉത്തരം തുടർച്ചയായ മഞ്ഞവര മുറിച്ചു കടക്കാൻ കഴിയില്ല.
ചിത്രത്തിൽ നിങ്ങൾക്ക് ഈ റോഡിൽ യു ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വര മുറിച്ച് കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ മുന്നോട്ട് പോവുക. കണ്ണാടിയിൽ നോക്കി സിഗ്നൽ നൽകി തിരിയുക. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകുന്നതിനുള്ള സിഗ്നൽ കാണിച്ച് തിരിയുക. എതിർവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കടന്നു പോകാം. ഉത്തരം വര മുറിച്ച് കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ മുന്നോട്ട് പോവുക. കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഏത് വാഹനത്തിന് വര മുറിച്ച് കടക്കാൻ കഴിയും? രണ്ട് കാറുകൾക്കും ജാഗ്രതയോടെ വര മുറിച്ച് കടക്കാൻ കഴിയും. തുടർച്ചയായ മഞ്ഞവരയുടെ വശത്തുള്ള മെറൂൺ കാറിന് ജാഗ്രതയോടെ വര മുറിച്ച് കടക്കാൻ കഴിയും. ഇടവിട്ട് മഞ്ഞവരയുടെ വശത്തുള്ള വെളുത്ത കാറിന് ജാഗ്രതയോടെ വര മുറിച്ച് കടക്കാൻ കഴിയും. മഞ്ഞവരയുള്ളതിനാൽ രണ്ട് കാറുകൾക്കും റോഡ് മുറിച്ച് കടക്കാൻ കഴിയില്ല. ഉത്തരം ഇടവിട്ട് മഞ്ഞവരയുള്ള വശത്തുള്ള വെളുത്ത കാറിന് ജാഗ്രതയോടെ വര മുറിച്ച് കടക്കാൻ കഴിയും. റോഡിന് കുറുകെ ഇടവിട്ടുള്ള ഇരട്ട വരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വാഹനം നിർത്തി പ്രധാന റോഡിലെ വലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. പ്രധാന റോഡിലേക്ക് സ്വതന്ത്രമായി ഇരുദിശയിലേക്കും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. വരകൾ മുറിച്ചു കടക്കരുത്. മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ഉത്തരം വാഹനം നിർത്തി പ്രധാന റോഡിലെ വലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഇടവിട്ട വരയ്ക്കിടയിലുള്ള ഈ ദിശാചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടത്തോട്ട് തിരിഞ്ഞു പോവുക. ഇടത് ലൈനിലേക്ക് മടങ്ങാൻ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വാഹനത്തെ മറികടക്കുന്നത് അനുവദനീയമായ പ്രദേശം. ഇടതുവശത്തു കൂടി മറികടക്കുന്നത് അനുവദിച്ചിരിക്കുന്നു. ഉത്തരം ഇടത് ലൈനിലേക്ക് മടങ്ങാൻ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പരിമിതമായ കാഴ്ചയുള്ള ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇരുവശവും നോക്കി പതുക്കെ നീങ്ങുക. വലതുവശത്തേക്ക് നോക്കി പതുക്കെ നീങ്ങുക. വേഗത കൂട്ടി നീങ്ങുക. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഉത്തരം ഇരുവശവും നോക്കി പതുക്കെ നീങ്ങുക. ഒരു പാതയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിയർവ്യൂ മിററിലൂടെ സുരക്ഷിതമായ ഇടം പരിശോധിക്കുകയും സുരക്ഷിതമാണെങ്കിൽ പാത മാറ്റുകയും ചെയ്യുക. നിങ്ങൾ പാത മാറ്റാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ബ്ലൈൻഡ് സ്പോട്ട് പരിശോധിച്ച് ശരിയായ ടേൺ സിഗ്നൽ നൽകുക. സുരക്ഷിതമായ ഇടത്തിനായി 2 തവണ പരിശോധിക്കുകയും ശരിയായ സിഗ്നലിനൊപ്പം ലൈൻ ക്രമേണ മാറ്റുകയും ചെയ്യുക. മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. നിങ്ങൾ രാത്രി നല്ല വെളിച്ചമുള്ള റോഡിൽ വാഹനം ഓടിക്കുന്നു. നിങ്ങൾ നിർബന്ധമായും ഡാഷ് നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുക. പാർക്ക് ലൈറ്റ് മാത്രം ഉപയോഗിക്കുക. ഉത്തരം നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക. രാത്രിയിൽ മറ്റു വാഹനങ്ങൾക്ക് തൊട്ടു പിന്നിലായി റോഡിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ ലൈറ്റ് എങ്ങനെ ആയിരിക്കണം? ഹസാർഡ് വാർണിംഗ് ലൈറ്റ്, ലോ ബീം ഹെഡ്ലൈറ്റ്, ഹൈ ബീം ഹെഡ്ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുക. ഉത്തരം ലോ ബീം ഹെഡ്ലൈറ്റ്. നിങ്ങളുടെ വാഹനം ഒരു ചെറിയ പാലത്തെ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓവർടേക്ക് ചെയ്യരുത്. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക. പാലം വേഗത്തിൽ കടന്നു പോകാൻ വാഹനം കഴിയുന്നത്ര വേഗത്തിൽ ഓടിക്കുക. ഉത്തരം ഓവർടേക്ക് ചെയ്യരുത്.
ഒരു പ്രധാന റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനം ഒരു സൈഡ് റോഡിൽ നിന്ന് നിങ്ങളുടെ റോഡിലേക്ക് റിവേഴ്സ് ഓടിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? റോഡിൻ്റെ എതിർവശത്തേക്ക് നീങ്ങുക. നിങ്ങൾ ഹോൺ മുഴക്കി വാഹനം നിർത്തുക. ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക. വേഗത കൂട്ടി കടന്നു പോവുക. ഉത്തരം: നിങ്ങൾ ഹോൺ മുഴക്കി വാഹനം നിർത്തുക. നിങ്ങൾ ഒരു യു ടേൺ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻഡിക്കേറ്റർ ഇട്ട് ന്യൂട്രൽ ഗിയർ തിരഞ്ഞെടുക്കുക. വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ ഓണാക്കുക. റിയർവ്യൂ മിറർ നോക്കുക. പതുക്കെ തിരിയുക. സിഗ്നൽ ചുവപ്പായി മാറുന്നതിനായി കാത്തിരിക്കുക. ഗിയർ ഡൗൺ ചെയ്ത് വലത്തേക്ക് തിരിയുക. ഉത്തരം: വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ ഓണാക്കുക. റിയർവ്യൂ മിററിൽ നോക്കുക. പതുക്കെ തിരിയുക. നിങ്ങൾ ഇടത്തേക്ക് തിരിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനം എവിടെയാണ് നിർത്തേണ്ടത്? റോഡിൻ്റെ മധ്യത്തിൽ, റോഡിലെ ഏത് ഭാഗത്തും, റോഡിൻ്റെ ഷോൾഡർ ലൈനിൽ, ഏറ്റവും ഇടതുവശത്തെ വരിയിൽ? ഉത്തരം: ഏറ്റവും ഇടതുവശത്തെ വരിയിൽ. നിങ്ങളുടെ വാഹനം പുറകിലേക്ക് ഓടിക്കാൻ പാടില്ലാത്തത്? തിരക്കേറിയ റോഡിൽ, ഒരു വൺ വേ റോഡിൽ, ഒരു സൈഡ് റോഡിൽ നിന്ന് ഒരു പ്രധാന റോഡിലേക്ക്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം: മുകളിൽ പറഞ്ഞവയെല്ലാം. ഒരു സിഗ്നലിൽ രണ്ട് വരിയായി വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നിടത്ത് പിന്നിൽ നിന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്? മുഴുവൻ വാഹനവും കടന്ന് അവരുടെ മുന്നിൽ നിർത്തുക. ഉചിതമായ പാതയിൽ അവസാന വാഹനത്തിന് പിന്നിൽ നിർത്തുക. റോഡിൻ്റെ ഷോൾഡർ ലൈനിൽ നിങ്ങൾ മറ്റ് ഡ്രൈവർമാരെ പിന്തുടരണം. ഉത്തരം: ഉചിതമായ പാതയിൽ അവസാന വാഹനത്തിന് പിന്നിൽ നിർത്തുക. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയോ അനുഭവപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? വാഹനം സുരക്ഷിതമായി നിർത്തി ഉടൻ തന്നെ വിശ്രമിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് സ്റ്റീരിയോ ഓണാക്കുക. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം വേഗത്തിൽ എത്താൻ വേഗത കൂട്ടുക. ഫോൺ ചെയ്തുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഉത്തരം: വാഹനം സുരക്ഷിതമായി നിർത്തി ഉടൻ തന്നെ വിശ്രമിക്കുക. നിങ്ങൾ ഒരു കാർ ഓടിക്കുമ്പോൾ അസുഖം തോന്നുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് സ്റ്റീരിയോ ഓണാക്കുക. വിൻഡോകൾ തുറന്നിട്ട് യാത്ര തുടരുക. സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തുക. സാധ്യമെങ്കിൽ വൈദ്യസഹായം തേടുക. കഴിയുന്നതും വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേഗത കൂട്ടുക. ഉത്തരം: സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തുക. സാധ്യമെങ്കിൽ വൈദ്യസഹായം തേടുക. ഒരു കയറ്റത്തിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യണം? വാഹനം ക്ലച്ചിൽ നിർത്തുക. വാഹനം ഫുട് ബ്രേക്കിൽ നിർത്തുക. വാഹനം ഗിയറിൽ ഇട്ട ശേഷം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുക. വാഹനം ഗിയറിൽ മാത്രം ഇട്ട് പാർക്ക് ചെയ്യുക. ഉത്തരം: വാഹനം ഗിയറിൽ ഇട്ട ശേഷം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുക. ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഡാഷ് മാത്രമേ ഉപയോഗിക്കാവൂ. നാലും കൂടിയ ഒരു ജംഗ്ഷനിൽ മുന്നോട്ട് പോകുന്നതിന്, പിന്നിൽ നിന്ന് വരുന്ന വാഹനത്തിന് വേഗത കുറക്കുന്നതിന്, തിരക്കേറിയ ജംഗ്ഷനിൽ വാഹനം വേഗത്തിൽ ഓടിക്കാൻ, അടിയന്തര പാർക്കിംഗ് സാഹചര്യങ്ങളിൽ. ഉത്തരം: അടിയന്തര പാർക്കിംഗ് സാഹചര്യങ്ങളിൽ. പാർക്ക് ചെയ്ത ശേഷം വലതുവശത്തെ വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വാഹനവും കടന്നു പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക. വേഗം വാതിൽ തുറന്ന് ഇറങ്ങുക. വിൻഡോ ഗ്ലാസ് തുറക്കണം. ഇടതുവശത്തുകൂടി മാത്രം ഇറങ്ങുക. ഉത്തരം:
ഒരു വാഹനവും കടന്നു പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഒരു വാഹനം ലോഡ് ചെയ്യുമ്പോൾ ഇനി പറയുന്നവയിൽ ഒരു വാഹനം ലോഡ് ചെയ്യുമ്പോൾ ഇനി പറയുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? പിന്നിലേക്ക് ലോഡ് ചെയ്യുക. ലോഡ് എവിടെ വേണമെങ്കിലും കയറ്റാവുന്നതാണ്. വാഹനത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ലോഡ് ചെയ്യുക. മുൻഭാഗത്തേക്ക് ലോഡ് ചെയ്യുക. ഉത്തരം വാഹനത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ലോഡ് ചെയ്യുക. ഉണങ്ങിയ മണൽ കയറ്റിക്കൊണ്ടുള്ള ടിപ്പർ വാഹനമാണ് നിങ്ങൾ ഓടിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലോഡ് ശരിയായി മൂടേണ്ടത്? കൈകാര്യം ചെയ്യുന്നത് ഫലപ്രദമാക്കുന്നതിന്, നിങ്ങളുടെ പിൻവാർഡ് കാഴ്ച സജ്ജീകരിക്കാൻ, മറ്റു വഴിയാത്രക്കാരുടെ കണ്ണിലേക്ക് മണൽ പറക്കുന്നത് തടയാൻ, വെള്ളം കയറുന്നത് തടയാൻ. ഉത്തരം മറ്റു വഴിയാത്രക്കാരുടെ കണ്ണിലേക്ക് മണൽ പറക്കുന്നത് തടയാൻ. ഇടതുവശത്തേക്ക് തിരിയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് പരിശോധിക്കേണ്ടത്? വലതുവശത്തെ റിയർ വ്യൂ മിറർ. ഇടതുവശത്തെ റിയർ വ്യൂ മിറർ. നിങ്ങളുടെ വലതു തോളിൽ കൂടി പിന്നിലേക്ക് നോക്കുക. അകത്തെ കണ്ണാടിയിൽ. ഉത്തരം ഇടതുവശത്തെ റിയർ വ്യൂ മിറർ. സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച വാഹനമാണ് നിങ്ങൾ ഓടിക്കുന്നത്. അതിൽ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? അമിത വേഗത, കോർണറിംഗ്, ബ്രേക്കിംഗ്, മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ. ഉത്തരം മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ. ഒരു നീണ്ട ട്രക്കിന് പിന്നിൽ ഓടിക്കുന്ന ഒരു മോട്ടോർ കാറിൻ്റെ ഡ്രൈവർ പാലിക്കേണ്ട അകലം എത്രയാണ്? സുരക്ഷിതമായ ദൂരം 2.5 മീറ്റർ. ട്രക്കിൻ്റെ പകുതിയോളം നീളം. ട്രക്കിൻ്റെ നീളം. ഉത്തരം സുരക്ഷിതമായ ദൂരം. കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഡാഷ് സൈഡിലൂടെ നടക്കണം. വലതുവശം, ഇടതുവശം, മധ്യത്തിലൂടെ, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം വലതുവശം. നിർബന്ധിത അടയാളങ്ങൾ കൂടുതലും കാണപ്പെടുന്നത് ഡാഷ്. ചുവപ്പ് നീലവൃത്തങ്ങൾ, ചുവന്ന ത്രികോണങ്ങൾ, നീല ദീർഘചതുരങ്ങൾ, മഞ്ഞ വൃത്തങ്ങൾ. ഉത്തരം ചുവപ്പ് നീല വൃത്തങ്ങൾ. യാത്രയ്ക്ക് മുമ്പ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ: ഇന്ധനം, എൻജിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ്റ് ലെവൽ, ടയറിൻ്റെ അവസ്ഥ, സ്പെയർ വീൽ, ആവശ്യമായ ഉപകരണങ്ങൾ. ബ്രേക്കുകളുടെ അവസ്ഥ, എല്ലാ ഡ്രൈവർ ബെൽറ്റുകളുടെയും ടെൻഷൻ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. റിവേഴ്സ് ഡ്രൈവിംഗ് അനുവദനീയമായത് എപ്പോൾ? എതിർദിശയിലേക്ക് തിരിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ദൂരം, രാത്രി ഡ്രൈവിംഗ് സമയത്ത്, ഗട്ടർ റോഡുകളിലൂടെ ഓടിക്കുമ്പോൾ, വൺ വേ റോഡിൽ മാത്രം. ഉത്തരം എതിർദിശയിലേക്ക് തിരിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ദൂരം. രാത്രി പാർക്കിംഗ് സമയത്ത് പാലിക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുക. പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. കാരിയേജ് വേയുടെ പുറത്ത് പാർക്ക് ചെയ്യുക. പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. വാഹനത്തിൻ്റെ പിറകിലായി വാണിംഗ് ട്രിനുകളെ സ്ഥാപിക്കുക. ട്രാഫിക്കിൽ നിന്ന് അകന്ന് കാൽനട പാതയിൽ വാഹനം പാർക്ക് ചെയ്യുക. ഉത്തരം
കാരിയേജ് വേയുടെ പുറത്ത് പാർക്ക് ചെയ്യുക. പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. ഒരു വാഹനം മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? മുന്നോട്ടുള്ള വഴി കാണാത്തപ്പോൾ, വളവുകളിൽ, ജംഗ്ഷനുകളിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. നനഞ്ഞതോ വഴുക്കലോ ഉള്ള റോഡിലൂടെ വാഹനമോടിക്കുമ്പോൾ ഡാഷ്. ടയർ മർദ്ദം കുറക്കണം. പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കുക. വാഹനം ഉയർന്ന വേഗതയിൽ വേണം ഓടിക്കാൻ. നേരെയുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. ഉത്തരം പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കുക. മോട്ടോർ സൈക്കിളോ ഓട്ടോറിക്ഷയോ ഓടിക്കുമ്പോൾ ഹാൻഡ് സിഗ്നലുകൾ ഡാഷ് ഉപയോഗിച്ച് കാണിക്കണം. രണ്ടു കൈകളും, വലത് കൈ മാത്രം, ഇടത് കൈ മാത്രം, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വലതു കൈ മാത്രം. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡാഷ്. വാഹനം കാരേജ് വേയിൽ പാർക്ക് ചെയ്ത് ശേഷം പാർക്ക് ബ്രേക്ക് ഉപയോഗിക്കുക. കർബിന് സമാന്തരമായി വാഹനം പാർക്ക് ചെയ്യുക. മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സമുണ്ടാക്കാത്ത വിധം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിച്ച് സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുക. ഉത്തരം മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സം ഉണ്ടാക്കാത്ത വിധം. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതാണെങ്കിൽ ഡാഷ്. തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും അപകടമോ നഷ്ടമോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം. വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല. ഡ്രൈവർക്ക് സാധുവായ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാം. എല്ലാ യാത്രക്കാരും സമ്മതം നൽകിയാൽ ഡ്രൈവ് ചെയ്യാം. ഉത്തരം വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല. മോട്ടോർ സൈക്കിൾ നിർത്തുന്നത് എങ്ങനെ? പിൻബ്രേക്കുകൾ പ്രയോഗിക്കുക. വേഗത കുറഞ്ഞതിന് ശേഷം ഫ്രണ്ട് ബ്രേക്ക് പ്രയോഗിക്കുക. മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ പ്രയോഗിക്കുക. പിൻബ്രേക്ക് മാത്രം പ്രയോഗിക്കുക. ഫ്രണ്ട് ബ്രേക്ക് മാത്രം പ്രയോഗിക്കുക. ഉത്തരം മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ പ്രയോഗിക്കുക. തേയ്മാനം സംഭവിച്ച ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് അപകടകരമാണ്. കാരണം ഡാഷ്. വാഹനം വേഗത്തിൽ സ്പീഡ് എടുക്കുന്നു. ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്. ഉയർന്ന ഇന്ധന ഉപഭോഗം. ഉയർന്ന വാഹന വൈബ്രേഷൻ. ഉത്തരം ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്. ഗട്ട് റോഡുകളിൽ ഇറക്കമിറങ്ങുന്ന ഡ്രൈവർ ഡാഷ്. എതിർവാഹനം പ്രവേശിക്കുന്നതിന് മുമ്പ് വേഗത്തിൽ ഓടിക്കുക. ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക. ഇറക്കം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഉത്തരം കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ചക്രങ്ങൾ ലോക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. ഇത് ടയറുകൾക്ക് ഡാഷ് ആകുന്നത് ഒഴിവാക്കുന്നു. പഞ്ചർ, സ്കിഡ്, തേയ്മാനം, കുറഞ്ഞ ടയർ മർദ്ദം. ഉത്തരം സ്കിഡ് ആകുന്നത് ഒഴിവാക്കുന്നു. റിയർവ്യൂ മിറർ കോൺവെക്സ് ആയിരിക്കുന്നത് എന്തിന്? വിശാലമായ കാഴ്ച മേഖല നൽകുക. ബ്ലൈൻഡ് സ്പോട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ. പിന്തുടരുന്ന വാഹനത്തിന്റെ വേഗത നിർണ്ണയിക്കാൻ. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വിശാലമായ കാഴ്ച മേഖല നൽകുക. ഒരു മോട്ടോർ വാഹനത്തിൽ മൾട്ടി ടോൺ ഹോണുകൾ ഘടിപ്പിക്കുന്നത് ഡാഷ്. അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം അനുവദിച്ചിരിക്കുന്നു. അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. എല്ലാ വാഹനങ്ങൾക്കും അനുമതിയാണ്. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. ഉത്തരം
ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. വാഹനങ്ങളുടെ സ്കിഡിങ്ങിന്റെ പൊതുവായ കാരണം എന്താണ്? ടയറുകളുടെ റോഡിന്റെയും മോശം അവസ്ഥ, ഡ്രൈവറുടെ തെറ്റ്, പെട്ടെന്നുള്ള ബ്രേക്കിംഗ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? റിയർവ്യൂ മിററുകളിൽ കാണാത്ത പ്രദേശം, ഹെഡ്ലൈറ്റുകളാൽ കാണാത്ത ഒരു പ്രദേശം, വാഹനത്തിനുള്ളിലെ റിയർവ്യൂ മിറർ കൊണ്ട് കാണാത്ത ഒരു പ്രദേശം, അപകടനിരക്ക് കൂടുതലുള്ള പ്രദേശം. ഉത്തരം റിയർവ്യൂ മിററുകളിൽ കാണാത്ത ഒരു പ്രദേശം. അപകടകരമായ ഡ്രൈവിംഗ് എന്നാൽ ഡാഷ്. റെഡ് ലൈറ്റ് മുറിച്ച് കടക്കുന്നത് മോട്ടോർ വാഹന നിയമവകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. സ്റ്റോപ്പ് സൈൻ ലംഘിക്കുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. മദ്യപാനം നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു? അത് ശ്രദ്ധ കൂട്ടുന്നു. അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറയ്ക്കുന്നു. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അത് ഏകാഗ്രത കൂട്ടുന്നു. ഉത്തരം അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറയ്ക്കുന്നു. നിങ്ങൾ ഒരു വലിയ വാഹനത്തിന് പുറകെയാണ് വാഹനം ഓടിക്കുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള കാഴ്ച എങ്ങനെ മെച്ചപ്പെടുത്താം? കഴിയുന്നതും വേഗം മറികടക്കുക, ഇടത്തോട്ട് നീങ്ങുക, കൂടുതൽ പുറകോട്ട് നിൽക്കുക, നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. ഉത്തരം കൂടുതൽ പുറകോട്ട് നിൽക്കുക. വാഹനങ്ങളുടെ സ്കിഡിങ്ങിന്റെ പൊതുവായ കാരണം എന്താണ്? ടയറുകളുടെ റോഡിന്റെ മോശം അവസ്ഥ, ഡ്രൈവറുടെ തെറ്റ്, പെട്ടെന്നുള്ള ബ്രേക്കിംഗ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. പവർ അസിസ്റ്റന്റ് സ്റ്റിയറിംഗിന്റെ പ്രയോജനം എന്താണ്? ടയർ തേയ്മാനം കുറയ്ക്കുക, ബ്രേക്കിംഗിൽ സഹായിക്കുക, ഡ്രൈവിംഗ് എഫേർട്ട് കുറയ്ക്കുക, ഡ്രൈവിംഗ് എഫേർട്ട് വർദ്ധിപ്പിക്കുക. ഉത്തരം ഡ്രൈവിംഗ് എഫേർട്ട് കുറയ്ക്കുക. പരുക്കൻ ഡ്രൈവിംഗ് എങ്ങനെ ഒഴിവാക്കാം? പാർക്കിംഗ് ബ്രേക്ക് സാവധാനം പ്രയോഗിക്കുക, സർവീസ് ബ്രേക്കിന്റെ പെട്ടെന്നുള്ള പ്രയോഗം, ഗിയറുകൾ മാത്രം ഉപയോഗിച്ച് വേഗത കുറയ്ക്കുക, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബ്രേക്ക് ഉപയോഗിക്കുക. ഉത്തരം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബ്രേക്ക് ഉപയോഗിക്കുക. ഏത് അവസരത്തിലാണ് വെയിറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്? ബ്രേക്കിംഗ്, കോർണറിംഗ്, ആക്സിലറേഷൻ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ലാമിനേറ്റ് ചെയ്ത സുരക്ഷാ വിൻഡ്സ്ക്രീൻ ഗ്ലാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പൊടിഞ്ഞു വീഴുകയില്ല, ഡ്യുവൽ ഗ്ലാസുകൾക്കിടയിൽ ഒരു പ്ലാസ്റ്റിക് പാളി ഒട്ടിച്ചിരിക്കുന്നു, ഒരു പ്ലെയിൻ ഗ്ലാസ് അല്ല, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ പ്രാഥമികമായി എന്തു ചെയ്യണം? നിർത്തുകയും പ്രഥമ ശുശ്രൂഷയും വൈദ്യസഹായവും നൽകുക, വാഹനം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു പോവുക, ഇൻഷുറൻസ് അധികൃതരെ അറിയിക്കുക, ആൾക്കൂട്ടമുണ്ടെങ്കിൽ വാഹനം നിർത്തരുത്. ഉത്തരം നിർത്തുകയും പ്രഥമ ശുശ്രൂഷയും വൈദ്യസഹായവും നൽകുക. നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിൽ ഇടിച്ചിരിക്കുന്നു. ആ സമയത്ത് ആ വാഹനത്തിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപകട സ്ഥലത്ത് നിന്ന് വാഹനം ഓടിച്ച് കേടുപാടുകൾ എത്രയും വേഗം ഇല്ലാതാക്കുക.
എത്രയും വേഗം ഇൻഷുറൻസ് അധികൃതരെ അറിയിക്കുക. അപകടം നടന്ന സ്ഥലത്തിന്റെ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കുക. നാട്ടുകാരെ അറിയിക്കുക. ഉത്തരം: അപകടം നടന്ന സ്ഥലത്തിന്റെ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കുക. വാഹനത്തിന്റെ വിൻഡ്സ്ക്രീനിൽ ഘടിപ്പിച്ച വൈപ്പർ ഡാഷ്. കഴുകുമ്പോൾ വെള്ളം തുടക്കുന്നതിന്, ഏത് സീസണിലും വിൻഡ്ഷീൽഡ് വൃത്തിയാക്കുന്നതിന്, എതിരെ വരുന്ന വാഹനം നിർത്താനുള്ള സിഗ്നലായി, വിൻഡ്സ്ക്രീനിൽ സംരക്ഷിക്കുന്നതിന്. ഉത്തരം: ഏത് സീസണിലും വിൻഡ്ഷീൽഡ് വൃത്തിയാക്കുന്നതിന്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഏത് സുരക്ഷാ ഉപകരണം ഡ്രൈവറെ പരിക്കിൽ നിന്നും സംരക്ഷിക്കുന്നു? സീറ്റ് പൊസിഷനർ, സീറ്റ് ബെൽറ്റ്, സീറ്റ് ടൈറ്റനർ, ഹാൻഡ് റെസ്റ്റ്. ഉത്തരം: സീറ്റ് ബെൽറ്റ്. രാത്രിയിൽ ഹൈ ബീം ഓണാക്കി ഒരു കാർ നിങ്ങളുടെ അടുക്കിലേക്ക് ഓടിക്കുന്നുവെങ്കിൽ ആ കാറിന്റെ ഡ്രൈവർ ഡാഷ്. ഉയർന്ന ബീമുകൾ മറ്റുള്ളവരെ അന്ധരാക്കുന്നതിനാൽ മോശം പെരുമാറ്റത്തോടെയുള്ള ഡ്രൈവിംഗ്. ഹൈ ബീം റോഡിൽ പ്രകാശം പരത്തുന്നതിനാൽ സുരക്ഷിത ഡ്രൈവർ. മറ്റ് റോഡ് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം: ഉയർന്ന ബീമുകൾ മറ്റുള്ളവരെ അന്ധരാക്കുന്നതിനാൽ മോശം പെരുമാറ്റത്തോടെയുള്ള ഡ്രൈവിംഗ്. ഒരു ഘോഷയാത്രയുടെയോ അല്ലെങ്കിൽ സൈനികരുടെ സംഘത്തെയോ കടന്നു പോകുമ്പോൾ ഡാഷ്. പതിവ് വേഗതയിൽ തുടരുക, ജോലി പൂർത്തിയാക്കാൻ വാഹനം നിർത്തുക, വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കാം, നിർത്തിയതിനു ശേഷം മുന്നോട്ട് പോവുക. ഉത്തരം: വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ഒരു മോട്ടോർ ക്യാബിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ നിറം എന്താണ്? വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഉത്തരം: മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഒരു റെന്റ് ക്യാബിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ നിറം എന്താണ്? വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഉത്തരം: കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. ഒരു ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ നിറം ഏതാണ്? പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, വെള്ള പ്രതലത്തിൽ പച്ച അക്ഷരങ്ങൾ. ഉത്തരം: പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. ഒരു ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ നിറം ഏതാണ്? പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, വെള്ള പ്രതലത്തിൽ പച്ച അക്ഷരങ്ങൾ. ഉത്തരം: പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. കാൽനട ക്രോസിംഗിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഡാഷ്. ഹോൺ മുഴക്കി മുന്നോട്ട്, പതുക്കെ ഹോൺ മുഴക്കി കടന്നു പോവുക, വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നതുവരെ കാത്തിരിക്കുക, കാൽനട യാത്രക്കാർ വലതുവശത്താണെങ്കിൽ ഇടതുവശം ചേർന്നോ അല്ലെങ്കിൽ തിരിച്ചോ നിങ്ങൾക്ക് കടന്നു പോകാം. ഉത്തരം: വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നതുവരെ കാത്തിരിക്കുക. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ടയർ വലിപ്പം നോക്കി, വാഹനത്തിന്റെ നിറമനുസരിച്ച്, വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്.
ഉത്തരം വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി. നടപ്പാതയില്ലാത്ത റോഡിൽ കാൽനടയാത്രക്കാർ ഡാഷ്. റോഡിന്റെ ഇടതുവശത്തുകൂടി നടക്കണം, റോഡിന്റെ വലതുവശത്തുകൂടി നടക്കണം, റോഡിന് ഇരുവശവും നടക്കാം. കാൽനടയാത്രക്കാർക്ക് റോഡിലൂടെ നടക്കാൻ അനുവാദമില്ല. ഉത്തരം റോഡിന്റെ വലതുവശത്തുകൂടി നടക്കണം. താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? പോലീസ് വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർ സർവീസ് വാഹനങ്ങൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യാവുന്നത്? മലയിറങ്ങുമ്പോൾ, റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടെങ്കിൽ, മുന്നിലുള്ള വാഹനത്തിന്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ, എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ. ഉത്തരം മുന്നിലുള്ള വാഹനത്തിന്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ. ഒരു ഡ്രൈവർ വാഹനം സാധാരണഗതിയിൽ ഓടിക്കേണ്ടത് ഡാഷ്. റോഡിന്റെ വലതുവശത്തു കൂടി, റോഡിന്റെ ഇടതുവശത്തു കൂടി, റോഡിന്റെ മധ്യഭാഗത്തു കൂടി, റോഡിന്റെ ഏതു വശത്തു കൂടിയും. ഉത്തരം റോഡിന്റെ ഇടതുവശത്തു കൂടി. രാത്രിയിൽ ഒരു വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ ഡാഷ്. വാഹനം ലോക്ക് ചെയ്തിരിക്കണം, ലൈസൻസ് ഉള്ള വ്യക്തി ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കണം, പാർക്ക് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടിരിക്കണം, മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം പാർക്ക് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് എപ്പോൾ? ലോ ബീം ഹെഡ്ലൈറ്റുകൾക്കൊപ്പം, മൂടൽമഞ്ഞ് ഉള്ളപ്പോൾ, പൊടിയും കനത്ത മഴയും മഞ്ഞും ഉണ്ടാകുമ്പോൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. സീബ്ര ലൈനുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് വാഹനം നിർത്തുന്ന സ്ഥലം, കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം, വാഹനത്തിന് മുൻഗണന ഉള്ള സ്ഥലം, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം. ആംബുലൻസ് അടുത്തു വരുമ്പോൾ ഡാഷ്. എതിർവശത്തു നിന്ന് വാഹനങ്ങൾ ഇല്ലെങ്കിൽ കടന്നു പോകുവാൻ അനുവദിക്കുക, മുൻഗണന നൽകേണ്ടതില്ല, റോഡിന്റെ വശത്തേക്ക് വാഹനത്തെ ഒതുക്കി സ്വതന്ത്രമായി കടന്നു പോകുവാൻ അനുവദിക്കണം, ആംബുലൻസിനേക്കാൾ വേഗത്തിൽ വാഹനം ഓടിക്കാം. ഉത്തരം റോഡിന്റെ വശത്തേക്ക് വാഹനത്തെ ഒതുക്കി സ്വതന്ത്രമായി കടന്നു പോകുവാൻ അനുവദിക്കണം. ചുവന്ന ട്രാഫിക് ലൈറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം ജാഗ്രതയോടെ മുന്നോട്ട് പോകാം, വാഹനം നിർത്തുക, വേഗത കുറക്കുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വാഹനം നിർത്തുക. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്? മറ്റ് ഗതാഗതത്തിന് അസൗകര്യമോ അപകടമോ ഉണ്ടാക്കാൻ സാധ്യതയുള്ളപ്പോൾ, മുന്നിലുള്ള വാഹനം വേഗത കൂട്ടുമ്പോൾ, മുന്നിലുള്ള വാഹനത്തിന്റെ ഡ്രൈവർ വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ കാണിക്കുമ്പോൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ഒരു വളവിലേക്ക് സമീപിക്കുമ്പോൾ മറ്റു വാഹനങ്ങളെ മറികടക്കുന്നത് ഡാഷ്. അനുവദനീയമാണ്, അനുവദനീയമല്ല, ജാഗ്രതയോടെ അനുവദനീയമാണ്, എതിർദിശയിൽ നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. ഉത്തരം അനുവദനീയമല്ല.
മദ്യപിച്ച് വാഹനമോടിക്കൽ ഡാഷ്. സ്വകാര്യ വാഹനങ്ങളിൽ അനുവദിച്ചിരിക്കുന്നു, രാത്രി സമയത്ത് അനുവദിച്ചിരിക്കുന്നു, എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു, ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ അനുവദിച്ചിരിക്കുന്നു. ഉത്തരം എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. റിയർവ്യൂ മിററിന്റെ ഉപയോഗം ബ്ലൈൻഡ് സ്പോട്ട് കാണുന്നതിന്, പിന്നിൽ നിന്ന് വരുന്ന ഗതാഗതം നിരീക്ഷിക്കുന്നതിന്, പിൻസീറ്റ് യാത്രക്കാരനെ കാണുന്നതിന്, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഉത്തരം പിന്നിൽ നിന്നും വരുന്ന ഗതാഗതം നിരീക്ഷിക്കുന്നതിന്. ഓടുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ഡാഷ്. ബസ്സിൽ അനുവദനീയമാണ്, ഓട്ടോറിക്ഷയിൽ അനുവദനീയമാണ്, സൈഡ് ഫേസ് ആയി ഇരിക്കുന്ന മോട്ടോർ സൈക്കിൾ പില്ലിയൺ റൈഡർക്ക് അനുവദനീയമാണ്, എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ഉത്തരം എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. പാർക്കിംഗ് അനുവദനീയമാണ് ഡാഷ്. വളവുകളിൽ, നടപ്പാതകളിൽ, പാർക്കിംഗ് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഉത്തരം പാർക്കിംഗ് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ. കാൽനടയാത്രക്കാർ കൊടും വളവുകളിലോ നിർത്തിയ വാഹനത്തിന് സമീപത്തോ റോഡ് മുറിച്ചു കടക്കരുത്. എന്തുകൊണ്ട്? മറ്റു വാഹനങ്ങൾക്ക് അസൗകര്യം, മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് അസൗകര്യം, ദൂരെ വരുന്ന മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണുന്നില്ല, നിർത്തിയ വാഹനങ്ങൾക്ക് അസൗകര്യം. ഉത്തരം ദൂരെ നിന്ന് വരുന്ന മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണുന്നില്ല. നിങ്ങൾ പോകുന്ന റോഡിന്റെ ഇടതുവശത്തുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ടേൺ സിഗ്നൽ നൽകി മധ്യഭാഗത്ത് നിന്ന് തിരിയുക, ഹോൺ മുഴക്കി ഇടത്തോട്ട് തിരിയുക, നിങ്ങൾ റോഡിന്റെ ഇടതുവശത്താണെങ്കിൽ ഇടത്തോട്ട് തിരിയാം, ഇടത്തേക്കുള്ള ടേൺ സിഗ്നൽ കാണിക്കുക, ഇടതുവശം ചേർന്ന് തിരിയുക. ഉത്തരം ഇടത്തേക്കുള്ള ടേൺ സിഗ്നൽ കാണിക്കുക, ഇടതുവശം ചേർന്ന് തിരിയുക. PUCC സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര? 6 മാസം, 1 വർഷം. മലിനീകരണ മാനദണ്ഡങ്ങൾ BS3യും അതിൽ കുറവുള്ള വാഹനങ്ങൾക്ക് 6 മാസവും, BS4നും അതിന് മുകളിലുള്ളവയ്ക്കും 1 വർഷവും. മലിനീകരണ മാനദണ്ഡങ്ങൾ BS3 ഉള്ള വാഹനങ്ങൾക്ക് 1 വർഷവും, BS4നും അതിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 6 മാസവും. ഉത്തരം മലിനീകരണ മാനദണ്ഡങ്ങൾ BS3യും അതിൽ കുറവുള്ള വാഹനങ്ങൾക്ക് 6 മാസവും, BS4നും അതിന് മുകളിലുള്ളവയ്ക്ക് 1 വർഷവും. രാത്രിയിൽ ഹൈബീമിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് വാഹനമോടിക്കുമ്പോൾ ഒരു വാഹനം എതിർദിശയിൽ നിന്ന് വന്നാൽ എന്തു ചെയ്യും? ഇടതുവശത്ത് തുടരുക, ഹെഡ്ലൈറ്റ് ഡിമ്മും ഹൈബീമും പലതവണ ചെയ്യുക, വാഹനം കടന്നു പോകുന്നതുവരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക, എപ്പോഴും ഹെഡ്ലൈറ്റ് ഹൈബീമും ഉപയോഗിക്കുക. ഉത്തരം വാഹനം കടന്നു പോകുന്നതുവരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക. ഗിയറില്ലാത്ത മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? 18 വയസ്സ്, 21 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സ്. ഉത്തരം 18 വയസ്സ്. വാഹനം ഓടിക്കുമ്പോൾ സ്കൂൾ മുന്നിൽ ഉണ്ട് എന്ന ട്രാഫിക് അടയാളം കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാഹനം നിർത്തി ഹോൺ മുഴക്കി മുന്നോട്ട് പോവുക, വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക, തുടർച്ചയായി ഹോൺ മുഴക്കി മുന്നോട്ട് പോവുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. ഇടത്തോട്ട് തിരിയുമ്പോൾ ഇരുചക്ര വാഹനത്തിന്റെ ഡ്രൈവർ ഡാഷ് വേണം. ഇടത് കൈ ഇടത്തേക്ക് നീട്ടുക, ഹാൻഡ് സിഗ്നൽ കാണിക്കരുത്,
വലത് കൈകൊണ്ട് ഇടത്തേക്കുള്ള സിഗ്നൽ കാണിക്കുക. വലത് കൈകൊണ്ട് വലത്തോട്ടുള്ള സിഗ്നൽ കാണിക്കുക. ഉത്തരം വലത് കൈകൊണ്ട് ഇടത്തോട്ടുള്ള സിഗ്നൽ കാണിക്കുക. യു ടേൺ എടുക്കുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ ഏതാണ്? ഇടത്തേക്ക് തിരിയുന്ന സിഗ്നൽ, വലത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ, സ്റ്റോപ്പ് സിഗ്നൽ, വലത്തേക്ക് തിരിയുന്നതിനൊപ്പം വേഗത കുറയ്ക്കുക. ഉത്തരം വലത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ. പുതിയ കാറിന് ഒറ്റത്തവണ നികുതി അടക്കുന്നത് എത്ര വർഷത്തേക്കാണ്? വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുവരെ 5 വർഷം, 10 വർഷം, 15 വർഷം. ഉത്തരം 15 വർഷം. ഒരു ചരക്ക് വാഹനത്തിന്റെ ക്യാബിനിൽ കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം എത്ര? 5 വ്യക്തികൾ, സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും മതിയായ ആളുകൾ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്രയും ആളുകൾ, വ്യക്തികളെ അനുവദിച്ചിട്ടില്ല. ഉത്തരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്രയും ആളുകൾ. നിങ്ങളുടെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാഹനം നിർത്തി വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക. മറ്റേ വാഹനത്തെ മറികടക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തരുത്. വാഹനം വേഗത കുറച്ച് വലതുവശത്തേക്ക് ഒതുക്കുക. വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുക. ഉത്തരം മറ്റേ വാഹനത്തെ മറികടക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തരുത്. താഴെ പറയുന്നവയിൽ പാർക്കിംഗ് നിരോധിച്ച സ്ഥലം ഏത്? ആശുപത്രിയുടെ പ്രവേശന കവാടം, പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നിടത്ത്, നടപ്പാതയിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഹാൻഡ് ബ്രേക്കിന്റെ ഉപയോഗം എന്താണ്? വേഗത കുറയ്ക്കാൻ, സഡൻ ബ്രേക്കിങ്ങിനായി സർവീസ് ബ്രേക്കിനൊപ്പം, വാഹനം പാർക്ക് ചെയ്യാൻ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം വാഹനം പാർക്ക് ചെയ്യാൻ. ഇരുചക്ര വാഹനത്തിൽ 2-ലധികം പേർ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ അനുവദിച്ചിരിക്കുന്നു. നിയമലംഘനം, തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദിക്കും. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം നിയമലംഘനം. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഡാഷ്. 25 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സ്. ഉത്തരം 20 വയസ്സ്. ഇനി പറയുന്ന ഏത് സാഹചര്യത്തിലാണ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്? കനത്ത ട്രാഫിക്കിൽ, ഒരു വളവ് തിരിയുമ്പോൾ, ഇടുങ്ങിയ പാലത്തിൽ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു മൃഗത്തിന്റെ ചുമതലയുള്ള ആൾ മൃഗത്തെ നിയന്ത്രിക്കാനാകാതെ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടാൽ ഡാഷ്. വാഹനം നിർത്തണം, ഹോൺ മുഴക്കി മുന്നോട്ടു പോകണം, വേഗത കുറക്കണം, സ്ഥലമുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മുന്നോട്ടു പോകാം. ഉത്തരം വാഹനം നിർത്തണം. അമിത വേഗത ഡാഷ്. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ റദ്ദാക്കുന്നതിനോ മതിയായ കുറ്റമാണ്. പിഴ മാത്രമുള്ള ശിക്ഷയിലേക്ക് നയിക്കാവുന്ന കുറ്റമാണ്. അടിയന്തര സാഹചര്യത്തിലുണ്ടായാൽ കുറ്റമല്ല. കുറ്റം അല്ല. ഉത്തരം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ റദ്ദാക്കുന്നതിനോ മതിയായ കുറ്റമാണ്. ഒരു മോട്ടോർ വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഡാഷ്.
ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 12 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 48 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഉത്തരം 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. പബ്ലിക് സർവീസ് വാഹനങ്ങൾ ഓടിക്കുന്നതിനിടയിൽ പുകവലി ഡാഷ്. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യമാക്കാവുന്ന കുറ്റമാണ്. പിഴ മാത്രം അടപ്പിക്കാവുന്ന കുറ്റമാണ്. കുറ്റം അല്ല. യാത്രക്കാർ അനുവദിച്ചാൽ പുകവലി അനുവദനീയമാണ്. ഉത്തരം ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യമാക്കാവുന്ന കുറ്റമാണ്. ചരക്ക് വണ്ടിയിൽ അമിതഭാരം കയറ്റുന്നത് ഡാഷ്. നിയമപരമായി ശിക്ഷാർഹമല്ല. പിഴ മാത്രം അടക്കാവുന്ന കുറ്റം. പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ ശിക്ഷാർഹമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയുത്തരമല്ല. ഉത്തരം പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ ശിക്ഷാർഹമാണ്. ദൂരം കുറവാണെന്ന കാരണത്താൽ ടാക്സി ഡ്രൈവർ യാത്ര പോകാൻ വിസമ്മതിച്ചാൽ ഡാഷ്. പിഴയും ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെ ശിക്ഷാർഹമാണ്. പിഴ മാത്രം അടക്കാവുന്ന കുറ്റം. നിയമപരമായി ശരിയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല. ഉത്തരം പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ ശിക്ഷാർഹമാണ്. റോഡ് തുടർച്ചയായി മഞ്ഞവര കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്ത് വാഹനം ഡാഷ്. മഞ്ഞവര തൊടുകയോ മറികടക്കുകയോ ചെയ്യരുത്. മഞ്ഞവരയുടെ വലതുവശത്തു കൂടി മാത്രം ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക. മുന്നിലുള്ള വാഹനത്തെ മറികടക്കുമ്പോൾ മാത്രം മുറിച്ചു കടക്കാവുന്നതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല. ഉത്തരം മഞ്ഞവര തൊടുകയോ മറികടക്കുകയോ ചെയ്യരുത്. ഗ്രേഡിയന്റ് റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ചെയ്യേണ്ടത് ഡാഷ്. ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഭാരവാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഉത്തരം കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഒരു ട്രാക്ടറിന്റെ ഡ്രൈവർ ഡാഷ് കൊണ്ടുപോകാൻ പാടില്ല. ഡ്രൈവർ ഒഴികെ മറ്റേതെങ്കിലും വ്യക്തിയെ. ഡ്രൈവർ ഉൾപ്പെടെ 2-ലധികം പേർ. ഡ്രൈവർ ഒഴികെ 3-ൽ കൂടുതൽ പേർ. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയുത്തരമല്ല. ഉത്തരം ഡ്രൈവർ ഒഴികെ മറ്റേതെങ്കിലും വ്യക്തിയെ. ഇടതുവശത്തു കൂടി നിങ്ങൾക്കൊരു വാഹനത്തെ മറികടക്കാൻ കഴിയുന്ന സാഹചര്യം ഏത്? മുന്നിലുള്ള വാഹനത്തിന്റെ ഡ്രൈവർ വലത്തോട്ട് സിഗ്നൽ നൽകി റോഡിന്റെ മധ്യഭാഗത്തു നിന്ന് തിരിയാൻ തുടങ്ങുമ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ട വാഹനം നിശ്ചലമാണ്. ഇടതുവശത്തു കൂടി മറികടക്കുന്നത് സുരക്ഷിതമാണെങ്കിൽ മൾട്ടിലൈൻ റോഡിൽ ഇടതുവശത്തെ പാതയിലൂടെ മുന്നിലുള്ള വാഹനത്തെ സുരക്ഷിതമായി മറികടക്കാൻ കഴിയുമെങ്കിൽ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിൽ ആണ് ഒരു വാഹനം ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കാൻ കഴിയുക? സാധുവായ രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലാത്ത സാഹചര്യത്തിൽ, വാഹനത്തിന് സാധുതയുള്ള ഇൻഷുറൻസ് പരിരക്ഷയില്ല എങ്കിൽ, വാഹനം വേഗത പരിധി കവിയുമ്പോൾ, വാഹനം അമിതഭാരം വഹിക്കുമ്പോൾ. ഉത്തരം സാധുവായ രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലാത്ത സാഹചര്യത്തിൽ. എല്ലാ മോട്ടോർ വാഹനങ്ങളും ഡാഷ് കവർ ചെയ്യണം. ലൈഫ് ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ്, സമഗ്ര ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ്. ഉത്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസ്. മുന്നിൽ പോകുന്ന വാഹനത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അകലം പാലിക്കേണ്ടത് എത്ര? 10 മീറ്റർ,
5 മീറ്റർ, വേഗത അനുസരിച്ച് സുരക്ഷിത ദൂരം. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം വേഗത അനുസരിച്ച് സുരക്ഷിത ദൂരം.